بسم الله الرحمن الرحيم ബിസ്മില്ലാഹി അല്ലാഹുവിന്റെ നാമത്തിൽ. അർ റഹ്മാനി പരമകാരുണികൻ, അർ റഹീം കരുണാനിധി. പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. فسوف يدعو ثبورا വചനം 11. ഫസൗഫ എന്നാൽ വഴിയെ, യദ്ഉ അവൻ വിളിക്കും, സുബൂറ നാശം, കഷ്ടപ്പാട്. അവൻ വഴിയെ നാശത്തെ വിളിച്ചു നിലവിളിക്കുന്നതാണ്. ويصلى سعيرا വചനം 12. വയസ്ല അവൻ കടക്കുകയും ചെയ്യും, എരിയുകയും ചെയ്യും. സഈറോ കത്തിജ്വലിക്കുന്ന അഗ്നിയിൽ, നരകത്തിൽ ആളിക്കത്തുന്ന അഗ്നിയിൽ അവൻ കടന്നെരിയുകയും ചെയ്യും. إنه كان في أهله مسرورا വചനം 13. ഇന്നഹു കാന കാരണം അവനായിരുന്നു, ഫീ അഹ്ലിഹി തന്റെ സ്വന്തക്കാരിൽ, മസ്റൂറ സന്തുഷ്ടൻ കാരണം അവൻ അവന്റെ സ്വന്തക്കാർക്കിടയിൽ വെച്ച് സന്തുഷ്ടനായിരുന്നു. إنه ظن أن لن يحور വചനം 14. ഇന്നഹു ളന്ന നിശ്ചയമായും അവൻ ധരിച്ചു, അല്ലയ്യഹൂർ അവൻ മടങ്ങി വരുന്നതേ അല്ല എന്ന്. അവൻ ധരിച്ചു അവൻ അല്ലാഹുവിങ്കലേക്ക് മടങ്ങി വരുന്നതേയല്ല എന്ന്. بلى إن ربه كان به بصيرا വചനം 15. ബല ഇല്ലാതെ, ഇന്ന റബ്ബഹു നിശ്ചയമായും അവന്റെ റബ്ബ്, കാന ബിഹി അവനെക്കുറിച്ചായിരിക്കുന്നു, ബസീറോ കണ്ടറിയുന്നവൻ. ഇല്ലാതെ അഥവാ മടങ്ങാതിരിക്കുകയില്ല. നിശ്ചയമായും അവന്റെ റബ്ബ് അവനെപ്പറ്റി കണ്ടറിയുന്നവനായിരുന്നു. فلا أقسم بالشفق വചനം 16. ഫല ഉഖ്സിമു എന്നാൽ ഞാൻ സത്യം ചെയ്തു പറയുന്നു, ബിശ്ശഫഖ അസ്തമയ ശോഭ കൊണ്ട്, എന്നാൽ അസ്തമയ ശോഭ കൊണ്ടു ഞാൻ സത്യം ചെയ്തു പറയുന്നു. والليل وما وسق വചനം 17. വല്ലൈലി രാത്രി കൊണ്ടും, വമ വസഖ അത് അടക്കിവെച്ചവ കൊണ്ടും, ഉൾക്കൊള്ളുന്നവ കൊണ്ടും, രാത്രിയും അതുൾക്കൊള്ളുന്നവയും കൊണ്ടും. والقمر إذا اتسق വചനം 18. വൽ ഖമരി ചന്ദ്രനെ കൊണ്ടും, ഇദത്തസഖ അത് പൂർണ്ണമായി വരുമ്പോൾ, ചന്ദ്രൻ നികന്നു പൂർണ്ണത പ്രാപിച്ചു വരുമ്പോൾ അതുകൊണ്ടും സത്യം ചെയ്തു പറയുന്നു. لتركبن طبقا عن طبق വചനം 19. ലതർകബുന്ന നിശ്ചയമായും നിങ്ങൾ കയറും, തരണം ചെയ്യും, തബഖൻ അൻ തബഖ ഘട്ടം ഘട്ടമായി, ഓരോ പടിപടിയായി, അടുക്കടുക്കായി. തീർച്ചയായും നിങ്ങൾ ഓരോ ഘട്ടം ഘട്ടമായി കയറിക്കൊണ്ടിരിക്കുന്നതാണ്. فما لهم لا يؤمنون വചനം 20. ഫമാലഹും എന്നിരിക്കെ അവർക്കെന്താണ്,
ലാ യുഅ്മിനൂന, അവർ വിശ്വസിക്കുന്നില്ല. എന്നിരിക്കെ എന്താണിവർക്ക്? ഇവർ വിശ്വസിക്കുന്നില്ല. ദുർജനങ്ങളായ ആളുകൾക്ക് അവരുടെ കർമ്മരേഖ അവരുടെ പിൻഭാഗത്തുനിന്ന് ഇടതു കൈയിലായിരിക്കും നൽകപ്പെടുക. ഇത് അശുഭലക്ഷണവും പരാജയ സൂചനയും തന്നെ. അവരുടെ വിചാരണ വളരെ കർശനവുമായിരിക്കും. ഗ്രന്ഥം കയ്യിൽ കിട്ടുമ്പോഴേക്കും അവരുടെ കുറ്റങ്ങളും പര്യവസാനവും അവർക്ക് വ്യക്തമായി തെളിഞ്ഞു കാണും. അയ്യോ കഷ്ടമേ എന്നു നിലവിളിക്കൂട്ടുകയും ചെയ്യും. പക്ഷേ ഫലമെന്ത്? നരകം തന്നെ അവർക്കാധാരം. ദുർജനങ്ങളുടെ ഏട് അവരുടെ പിന്നിൽ കൂടി കൊടുക്കുമെന്ന് ഇവിടെയും ഇടങ്കയിൽ കൊടുക്കുമെന്ന് 69:25 പറഞ്ഞതിൽ നിന്ന് സജ്ജനങ്ങളുടെ ഗ്രന്ഥം അവരുടെ മുമ്പിൽ കൂടിയായിരിക്കും വലങ്കയിൽ നൽകുന്നതെന്ന് മനസ്സിലാക്കാവുന്നതാണ്. സ്വന്തം ഭാവിയെക്കുറിച്ചുള്ള ചിന്തയോ അള്ളാഹുവിനെക്കുറിച്ചുള്ള ബോധമോ ഇല്ലാതെ തന്റെ സ്വന്തക്കാരുടെയും ആൾക്കാരുടെയും കൂട്ടത്തിൽ തികച്ചും സംതൃപ്തനും സന്തുഷ്ടനുമായിക്കൊണ്ട് അവൻ അവന്റെ ഐഹിക ജീവിതം കഴിച്ചുകൂട്ടി. അള്ളാഹുവിങ്കലേക്ക് തിരിച്ചു ചെല്ലേണ്ടി വരികയില്ലെന്നാണ് അവർ ധരിച്ചുവെച്ചത്. ഇതാണ് ഈ ദുർഗതിക്കു കാരണം. പക്ഷേ അള്ളാഹുവിങ്കലേക്ക് തിരിച്ചു വരാതെയും അവന്റെ പിടുത്തത്തിൽ അകപ്പെടാതെയും ഇരിക്കുക സാധ്യമല്ല തന്നെ. അവനെ സൃഷ്ടിച്ചു വളർത്തിവരുന്ന അവന്റെ രക്ഷിതാവ് സദാ അവനെ കണ്ടും വീക്ഷിച്ചും കൊണ്ടിരിക്കുകയാണല്ലോ.